Friends, today we are going to discuss about design and analysis of algorithm. An algorithm is a sequence of steps to solve a problem. അപ്പം അൽഗോരിതം പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീക്വൻസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ. കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം പറഞ്ഞ ടോപ്പിക്. Algorithm പറഞ്ഞാൽ ഒരു set of steps of operation to solve a problem, performing calculation, data processing and automated reasoning task. അപ്പോൾ അൽഗോരിതം പറഞ്ഞാൽ ഒരു എഫിഷ്യൻറ്റ് മെത്തേഡാണ്. അതിന് ടൈമും ഉണ്ട് സ്പേസും ഉണ്ട്. ടൈമിനെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയും, എത്ര സ്പേസ് എടുക്കുന്നുണ്ട് അതിന് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയും. അപ്പോൾ an algorithm is the best way to represent the solution of a particular problem in a very simple and efficient way. If we have an algorithm for a specific problem, then we can implement it in any programming language. അപ്പം algorithm independent of programming language ആണ്. Algorithm design. The most important aspects of algorithm design include creating an efficient algorithm to solve a problem in an efficient way using minimum time and space. അപ്പം മിനിമം ടൈം ആൻഡ് സ്പേസ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ കോസ്റ്റിനെ കുറവാക്കണം, റെഡ്യൂസ് ദ കോസ്റ്റ്. സോ മിനിമം ടൈം ആൻഡ് സ്പേസ് വിത്ത് മിനിമം കോസ്റ്റ്. ടു സോൾവ് എ പ്രോബ്ലം ഡിഫറെൻറ്റ് അപ്രോച്ചസ് ക്യാൻ ബി ഫോളോഡ്. അപ്പം ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് അപ്രോച്ചസ് എടുക്കാൻ പറ്റും. സം എഫിഷ്യൻറ്റ് അപ്രോച്ചാണ്, സം ഇൻഎഫിഷ്യൻറ്റ് അപ്രോച്ചാണ്. Problem development steps. The following steps are involved in solving computational problems. Problem definition, development of a model, specification of an algorithm, designing an algorithm, checking the correctness of an algorithm, analysis of an algorithm, implementation of an algorithm, program testing and documentation. ഇതെല്ലാം പ്രോബ്ലം ഡെവലപ്മെന്റ് സ്റ്റെപ്സ് ആണ്. Characteristics of algorithm. Algorithms must have unique name. Algorithm ഒരു unique name ഉണ്ടാവണം, which may be distinguished from other names. Algorithm should have explicitly defined set of inputs and outputs. അപ്പം എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻഡ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ഉണ്ടാവണം. അത് വെൽ ഓർഡർഡ് ആണ്. അൺആംബിഗ്വസ് ഓപ്പറേഷൻസ്, ആംബിഗ്വിറ്റി ഉണ്ടാവാൻ പാടില്ല. ആൽഗോരിതം ഹോൾഡ് ഇൻ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം, അത് ഇൻഫിനിറ്റ് ആവാൻ പാടില്ല. അത് ഹാൾട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. Pseudocode gives a high level description of an algorithm without the ambiguity associated with the plain text, but also without the need to know the syntax of a particular programming language. അപ്പോൾ സ്യൂഡോകോഡ് ഒരു ഹൈ ലെവൽ ഡിസ്ക്രിപ്ഷൻ, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ആക്ച്വൽ കോഡല്ല, പക്ഷേ ഹൈ ലെവൽ ഡിസ്ക്രിപ്ഷൻ. The running time can be estimated in more general manner by using pseudocode to represent the algorithm as a set of fundamental operations and then can be counted. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ അൽഗോരിതം ആൻഡ് സ്യൂഡോകോഡ്. അൽഗോരിതം എന്നാൽ ഫോർമൽ ഡെഫിനേഷൻ ആണ്. ഓൺ ദ അതർ ഹാൻഡ് സ്യൂഡോകോഡ് എന്നാൽ ഇൻഫോർമൽ ആണ്, ഹ്യൂമൻ റീഡബിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ അൽഗോരിതം. അപ്പം അൽഗോരിതം പറഞ്ഞാൽ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ലാംഗ്വേജ് ആണ്, സ്യൂഡോകോഡ് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ ലാംഗ്വേജ് ആണ്. റൈറ്റിംഗ് എ സ്യൂഡോകോഡ് ഹാസ് നോ റെസ്ട്രിക്ഷൻ ഓഫ് സ്റ്റൈൽസ് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഒബ്ജക്റ്റീവ് ടു ഡിസ്ക്രൈബ് high-level steps of an algorithm in much realistic manner in natural language. അപ്പോൾ സ്യൂഡോകോഡിന് എഴുതാൻ സ്റ്റൈല് ഒന്നുമില്ല, നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും.
അപ്പോൾ ഹൈ ലെവൽ സ്റ്റെപ്സ് ഓഫ് an algorithm ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. Abstract data types. Abstract data type is a type of objects for whose behavior is defined by a set of value and a set of operations. അപ്പം abstract data type പറഞ്ഞാൽ it is for an object. ആ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. The definition of ADT only mentions what operations can be performed but not how these operations will be implemented. അപ്പം ADT സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും, പക്ഷേ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൊരു ലൈറ്റിൻ്റെ സ്വിച്ച് ഇടുമ്പം അത് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം അത് അതിൻ്റെ ഇന്നർ സർക്യൂട്ടറി നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് അത് ഗ്ലോ ചെയ്യുന്നുണ്ട് അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു ലെവൽ ഓഫ് ആബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഈ ലെവൽ ഓഫ് ആബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. It does not specify how data will be organized in memory and what algorithms can be used for implementing these operations. അപ്പം implementation hidden ആണ് ഇതിൽ. The only process of providing the essential and hiding the irrelevant details is known as abstraction. അപ്പോൾ irrelevant ആയ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് റിലവൻറ്റ് ഇൻഫർമേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ടാണ് ഇതിനെ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ, പ്രോഗ്രാം, ഇൻ്റർഫേസ്, പബ്ലിക് ഫങ്ഷൻസ്, പ്രൈവറ്റ് ഫങ്ഷൻസ്, അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഇതെല്ലാം മെമ്മറി, ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇതെല്ലാം ഒരു ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിലുള്ളത് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. The user of a data type need not know how the data type is implemented. We have been using primitive values like int, float, char only with the knowledge that these data type can operate and perform without an idea of how it is implemented. അപ്പോൾ നമ്മൾ ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ ഡാറ്റ ടൈപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. So a user only needs to know that a data type can do, but now how it can be implemented. അപ്പം യൂസർ ജസ്റ്റ് അത് അറിഞ്ഞാൽ മതി ഒരു ഡാറ്റ ടൈപ്പിന് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നത് അറിയേണ്ട ആവശ്യമില്ല. Think of ADT as a black box which hides the inner structure and design of data type. Now we will define 3 ADTs named list ADT, stack ADT and queue ADT. ഇനി നമ്മൾ 3 ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് കാണാൻ പോവുകയാണ്. ഒന്ന് ലിസ്റ്റ് ADT, അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്, പിന്നെ സ്റ്റാക്ക് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്, പിന്നെ ക്യൂ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. ഫസ്റ്റ് നമുക്ക് ലിങ്ക് ADT എന്ന് സ്റ്റാർട്ട് ചെയ്യാം. The data is generally stores in key sequence in a list which has a head structure consisting of count, pointers and address of compare function need to compare the data in the list. അപ്പോൾ ഒരു ഹെഡ് സ്ട്രക്ചർ ഉണ്ട്, കൗണ്ട് ഉണ്ട്, പോയിന്റേഴ്സ് ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. കമ്പയർ ഫങ്ഷൻസ്. അപ്പം ഇതിൽ നോട്ട്സ് ഉണ്ട്, ലിങ്ക് ഉണ്ട്, നെക്സ്റ്റ് ലിങ്ക് ഉണ്ടാവും ലിങ്ക്ഡ് ലിസ്റ്റിൽ. അപ്പോൾ കമ്പയർ ഫങ്ഷൻ ഉണ്ട്, നോഡ് ഉണ്ട്, ടു നെക്സ്റ്റ് നോഡ് ലിങ്ക്, ഡാറ്റ പോയിന്റർ ടു നെക്സ്റ്റ് ലിങ്ക്. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റ് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിൽ ഒരു നോഡ് ഉണ്ടാവും, പിന്നെ ഒരു നെക്സ്റ്റ് ലിങ്ക് ഉണ്ടാവും which will point to the address of the next node. The data node contains a pointer to a data structure and a self-referential which points to the next node in the list. അപ്പോൾ അതിനെ self-referential pointer എന്ന് പറയും. ADT type definitions. Type def structure നോഡ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കി, എന്നിട്ട് അതായത് ഒരു പോയിന്റർ ഡാറ്റ PTR പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി ഓഫ് ടൈപ്പ് വോയിഡ്. പിന്നെ നെക്സ്റ്റ് പോയിന്ററിന് നമ്മൾ സ്ട്രക്ചർ നോഡ് സ്റ്റാർ ലിങ്ക് ഉണ്ടാക്കി, പിന്നെ നോഡ് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, പിന്നെ ടൈപ്പ് ഡെഫ് സ്ട്രക്ചറിൽ ഇൻറ്റ് കൗണ്ട് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കി, നോഡ് സ്റ്റാർ പോസ് പറഞ്ഞൊരു
പോയിന്റർ ഉണ്ടാക്കി, ഹെഡ് പറഞ്ഞ പോയിന്റർ ഉണ്ടാക്കി, റിയർ പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി, പിന്നെ കമ്പയർ വേർഡ് സ്റ്റാർ ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2 പറഞ്ഞ പോയിന്റർ ഉണ്ടാക്കി, ലിസ്റ്റ് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ യൂസർ പ്രോഗ്രാമിൽ മെയിൻ കമ്പയർ ഉണ്ടാവും. ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സിൽ പബ്ലിക് ഫങ്ഷൻസ് ഉണ്ടാവും. ക്രിയേറ്റ് ലിസ്റ്റ്, ട്രാവേഴ്സ് പറഞ്ഞാൽ ടു വിസിറ്റ് ഈച്ച് നോഡ്, റിട്രീവ് നോഡ് ടു ഗെറ്റ് ബാക്ക് ദ നോഡ്, പിന്നെ ഡിസ്ട്രോയ് ലിസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാം, പിന്നെ ലിസ്റ്റ് കൗണ്ട്, എംപ്റ്റി ലിസ്റ്റ്, ഫുൾ ലിസ്റ്റ്, ആഡ് നോഡ്, സെർച്ച് നോഡ്, റിമൂവ് നോഡ്. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റ് ഫങ്ഷൻസ് ആണ്. ഇൻസേർട്ട്, സെർച്ച്, ഡിലീറ്റ് എല്ലാം പ്രൈവറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ് സ്റ്റാക്ക്. പിന്നെ സ്റ്റാക്ക് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അപ്പോൾ സ്റ്റാക്ക് പറഞ്ഞാൽ ലിഫോ ആണ്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പിന്നെ സ്റ്റാക്ക് abstract data type implementation, instead of data being stored in each node, the pointer to data is stored. The program allocates memory for the data and address passed to the stack ADT. അപ്പം പ്രോഗ്രാം മെമ്മറി അലോക്കേറ്റ് ചെയ്യും ഫോർ ദ ഡാറ്റ ആൻഡ് അഡ്രസ് ഇൻ ദ സ്റ്റാക്ക് abstract data type. The head node and the data nodes are encapsulated in the ADT. അപ്പം ഈ ക്ലാസ്സും ഒബ്ജക്ട്സിനെയും നമ്മൾ ബൈൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്, അതിനെ എൻക്യാപ്സുലേഷൻ എന്ന് പറയും. The head node and the data nodes are encapsulated in the abstract data type. The calling function can only see the pointer to the stack. അപ്പം കോളിംഗ് ഫംഗ്ഷന് മാത്രമേ കാണാൻ പറ്റുള്ളൂ to the pointer to the stack. The stack head structure also contains a pointer to top and count of number of entries currently in the stack. അപ്പോൾ ഇതാണ് ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ മുകളിൽ ടോപ്പ് ഉണ്ട്. അപ്പം ടോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടോപ്പിലാണ് ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എക്സാമ്പിൾ ഓഫ് സ്റ്റാക്ക് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ്. സ്റ്റാക്ക് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ടൈപ്പ് ഡെഫ് സ്ട്രക്ചർ നോഡ് സ്ട്രക്ചർ ഉണ്ടാക്കി, വോയിഡ് ഡാറ്റ PTR പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി ഓഫ് റിട്ടേൺ ടൈപ്പ് വോയിഡ്, പിന്നെ സ്ട്രക്ചർ നോഡ് സ്റ്റാർ ലിങ്ക് ഉണ്ടാക്കി, പിന്നെ സ്റ്റാക്ക് നോഡ് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, പിന്നെ ടൈപ്പ് ഡെഫ് സ്ട്രക്ചർ ഇൻറ്റ് കൗണ്ട് ഉണ്ടാക്കി ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഐറ്റംസ്, പിന്നെ സ്റ്റാക്ക് നോഡ് സ്റ്റാർ ടോപ്പ് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി, പിന്നെ സ്റ്റാക്ക് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. A stack contains elements of the same type arranged in the sequential order. All operations take place at a single end, that is top of the stack, and the following operations cannot be performed. അപ്പം നമുക്ക് സ്റ്റാക്കിൽ പുഷ് ചെയ്യാൻ പറ്റും, പോപ്പ് ചെയ്യാൻ പറ്റും, പീക്ക് ചെയ്യാൻ പറ്റും, സൈസ് ചെയ്യാൻ പറ്റും, ഈസ് എംപ്റ്റി എന്ന് നോക്കാൻ പറ്റും, ഈസ് ഫുൾ നോക്കാൻ പറ്റും. പുഷ് പറഞ്ഞാൽ ഇൻസേർട്ട് ഓപ്പറേഷൻ. ഒരു സ്റ്റാക്കിൽ ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പുഷ് എന്ന് പറയും. അടുത്ത ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. എപ്പോഴും നമ്മൾ പുഷും പോപ്പും ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ്. പിന്നെ പോപ്പ്, റിമൂവ് ദ ആൻഡ് റിട്ടേൺ ദ എലിമെന്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എംപ്റ്റി. അപ്പം പുഷ് ചെയ്യണമെങ്കിൽ ഐറ്റംസ് ഫുൾ ആണെങ്കിൽ നമുക്ക് സ്റ്റാക്കിൽ എലിമെന്റ്സ് ഫുൾ ആണെങ്കിൽ നമുക്ക് അതിനെ പുഷ് ചെയ്യാൻ പറ്റൂല. അപ്പം അതിൽ പുഷ് ചെയ്യുമ്പോൾ ഓവർഫ്ലോ ആവും. അതേമാതിരി പോപ്പ് ചെയ്യുമ്പം ഇപ്പോൾ സ്റ്റാക്കിൽ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിനെ അണ്ടർഫ്ലോ എന്ന് പറയും. പീക്ക് പറഞ്ഞാൽ റിട്ടേൺ ദ എലിമെന്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വിത്തൗട്ട് റിമൂവിങ് ഇറ്റ്. അപ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എലിമെന്റ് ഉണ്ടെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യണം. അതിന് പറയുന്ന പേരാണ് പീക്ക്. സൈസ് ഫംഗ്ഷൻ പറഞ്ഞാൽ സ്റ്റാക്കിൽ എത്ര എലിമെന്റ്സ് ഉണ്ട് അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന പേരാണ് സൈസ് ഫംഗ്ഷൻ. പിന്നെ ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ റിട്ടേൺ ട്രൂ ചെയ്യുക. ഈസ് ഫുൾ. സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ റിട്ടേൺ ട്രൂ ചെയ്യുക. അപ്പോൾ ഇതാണ് സ്റ്റാക്ക് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. ഇനി നമുക്ക് ക്യൂ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് നോക്കാം.
The Q abstract data type follows the basic design of the stack abstract data type. Conceptual ഉണ്ട് physical structure ഉണ്ട്. അപ്പം Q data structureൽ ഒന്ന് rear ഉണ്ടാവും ഒന്ന് front ഉണ്ടാവും. റിയറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും, ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫ്രണ്ടും റിയറും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൺസെപ്ച്വൽ വ്യൂവും ഫിസിക്കൽ സ്ട്രക്ചർ വ്യൂവും. അപ്പോൾ ഈച്ച് നോഡ് ഒരു void pointer to the data ഉണ്ട് and the link pointer to the next element in the queue. The program's responsibility is to allocate memory for storing the data. അപ്പോൾ ഒരു queue abstract data type നമുക്ക് നോക്കാൻ പറ്റും. type def structure node void star data ptr പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി ഓഫ് ടൈപ്പ് void, പിന്നെ സ്ട്രക്ചർ ഉണ്ടാക്കി നോഡ് സ്റ്റാർ നെക്സ്റ്റ് പോയിന്റർ, പിന്നെ ക്യൂ നോഡ് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, പിന്നെ ടൈപ്പ് ഡെഫ് സ്ട്രക്ചർ ഉണ്ടാക്കി, പിന്നെ ഫ്രണ്ട് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി, ക്യൂ നോഡ് സ്റ്റാർ റിയർ പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി, പിന്നെ ഇൻഡ് കൗണ്ട് എത്ര ഐറ്റംസ് വേണം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ക്യൂ പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ക്യൂ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. A queue contains elements of the same type arranged in sequential order. Operations take place at both ends. Insertion is done at the end and deletion is done at the front. അപ്പോൾ ഇൻസേർഷൻ എൻഡിൽ ചെയ്യുന്നുണ്ട്, ഡിലീഷൻ ഫ്രണ്ടിൽ ചെയ്യുന്നുണ്ട്. എൻ ക്യൂ പറഞ്ഞാൽ എലിമെന്റിനെ ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ എൻ ക്യൂ എന്ന് പറയും. ഡി ക്യൂ പറഞ്ഞാൽ എലിമെന്റിന് ക്യൂന്ന് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ ഡി ക്യൂ എന്ന് പറയും. പി ക്യൂ പറഞ്ഞാൽ എലിമെന്റിനെ റിട്ടേൺ ചെയ്യണം ഇഫ് ദ ക്യൂ ഈസ് നോട്ട് എം ടി. പിന്നെ സൈസ് ഫംഗ്ഷൻ പറഞ്ഞാൽ ക്യൂവിൻ്റെ ഉള്ളിൽ എത്ര എലിമെന്റ്സ് ഉണ്ട് അതിനെ റിട്ടേൺ ചെയ്യണം, അതിനെ നമ്മൾ സൈസ് എന്ന് പറയും. ഈസ് എം ടി എന്ന് പറഞ്ഞാൽ ക്യൂ എം ടി ആണെങ്കിൽ റിട്ടേൺ ട്രൂ ചെയ്യണം, അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് ചെയ്യണം. ഈസ് ഫുള്ള്, ക്യൂ ഓൾറെഡി ഫുൾ ആണെങ്കിൽ അതിനെ റിട്ടേൺ ട്രൂ ചെയ്യണം. From these definitions, we can clearly see that definition do specify how these ADTs will be represented and how the operations will be carried out. There can be different ways to implement an ADT. Even different ways to implement an ADT. For list ADT can be implemented using arrays or single linked list or double linked list. Similar, അപ്പോൾ ലിസ്റ്റ് എഡിറ്റിനെ നമുക്ക് അറേസോ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് സ്റ്റാക്ക് ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ്. പിന്നെ ക്യൂ ഡാറ്റ ആബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് അറേസ് ഓർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി ഉള്ളത് asymptotic analysis. Asymptotic analysis of an algorithm refers to define the mathematical foundation or framing of its runtime performance. അപ്പം ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ asymptotic analysis യൂസ് ചെയ്യുന്നത്. Using asymptotic analysis, we can very well conclude the best case, average case, and the worst case scenario of an algorithm. അപ്പോൾ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മിനിമം ടൈം, ഒരു അൽഗോരിതം റൺ ചെയ്യാനുള്ള മിനിമം ടൈമിനാണ് നമ്മൾ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ആവറേജ് ടൈം പറഞ്ഞാൽ ആവറേജ് ടൈം റിക്വയർഡ് ഫോർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. വേർസ്റ്റ് കേസ് പറഞ്ഞാൽ മാക്സിമം ടൈം യൂസ് ഫോർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബെസ്റ്റ് കേസാണ്. വേർസ്റ്റ് കേസ് പറഞ്ഞാൽ കുറേ സമയം എടുക്കുന്നുണ്ട്, അപ്പം കുറേ കോസ്റ്റ് ആവുന്നുണ്ട് അതിന്. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, 3 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന് ബിഗ് O നൊട്ടേഷൻ ഉണ്ട്, പിന്നെ തീറ്റ നൊട്ടേഷൻ ഉണ്ട്, ബിഗ് O നൊട്ടേഷൻ ഉണ്ട്, പിന്നെ ഒമേഗ നൊട്ടേഷൻ ഉണ്ട്, പിന്നെ തീറ്റ നൊട്ടേഷൻ ഉണ്ട്. ബിഗ് O നൊട്ടേഷൻ പറഞ്ഞാൽ
The notation big O is a formal way to represent the upper bound of the algorithm's running time. അപ്പം അൽഗോരിതമിന്റെ റണ്ണിങ് ടൈമിന്റെ അപ്പർ ബൗണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ബിഗ് O നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. It measures the worst case time complexity or the longest amount of time an algorithm can possibly take to complete. അപ്പോൾ അത് വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. അതിനെ ഡിഫൈൻ എങ്ങനെ ചെയ്യുന്നത്? Big O of Fn is equal to G of n, where C greater than theta and n theta such that f of n less than or equal to C star G of n for all n greater than n0. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്റ്റാർ ജി ഓഫ് എൻ. സി പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ജി എൻ പറഞ്ഞാൽ അനന്തർ ഫംഗ്ഷൻ ആണ്. ആൻഡ് എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ n0. n ഗ്രേറ്റർ ദാൻ n0 ആണ്. അപ്പം ബിഗ് O നൊട്ടേഷൻ പറഞ്ഞാൽ അപ്പർ ബൗണ്ട് ഓഫ് എ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് ഒമേഗ notation. The notation omega is a formal way to express the lower bound of an algorithm's running time. It measures the best case time complexity or the best time of an algorithm can possibly take to complete. അപ്പം അതിന് ബെസ്റ്റ് കേസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒമേഗ നൊട്ടേഷൻ. അപ്പോൾ ലോവർ ബൗണ്ട്, ഒരു അൽഗോരിതത്തിന്റെ ലോവർ ബൗണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന asymptotic notation ആണ് ഒമേഗ നൊട്ടേഷൻ. ബിഗ് O നൊട്ടേഷൻ പറഞ്ഞാൽ അത് അപ്പർ ബൗണ്ട്, ഒമേഗ നൊട്ടേഷൻ പറഞ്ഞാൽ ലോവർ ബൗണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി. അതായത് എത്ര മിനിമം ടൈം എടുക്കുന്നുണ്ട്, മിനിമം ടൈമിൽ അൽഗോരിതം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്, അതാണ് ഒമേഗ നൊട്ടേഷൻ. ഫോർ എക്സാമ്പിൾ തീറ്റ എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ജി ഓഫ് എൻ. അപ്പോൾ ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്റ്റാർ എഫ് ഓഫ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ n0. അപ്പോൾ ജി ഓഫ് എൻ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്റ്റാർ എഫ് ഓഫ് എൻ ആയിരിക്കും ഫോർ എൻ ഗ്രേറ്റർ ദാൻ n0. പിന്നുള്ളത് തീറ്റ നൊട്ടേഷൻ. തീറ്റ നൊട്ടേഷൻ പറഞ്ഞാൽ അവറേജ് കേസ്, എത്ര അവറേജ് ടൈം എടുക്കുന്നുണ്ട് ആ അൽഗോരിതം റൺ ചെയ്യാൻ, അതിനെ പറയുന്ന പേരാണ് തീറ്റ നൊട്ടേഷൻ. Theta notation is the formal way to express both the lower bound and the upper bound of an algorithm's running time. It is represented as theta f of n is equal to g of n if and only if theta of g of n is equal to big O of f of n and g of n is equal to theta f of n for all n greater than n0. അപ്പോൾ theta f of n is equal to g of n if and only if g of n is equal to big O of f of n. First condition പറഞ്ഞാൽ g of n should be equal to big O of f of n. Second condition g of n is equal to omega f of n. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് തീറ്റ നൊട്ടേഷൻ. അതായത് അവറേജ് കേസ്, ദ ലോവർ ബൗണ്ട് ആൻഡ് ദ അപ്പർ ബൗണ്ട് ഓഫ് ദ അൽഗോരിതംസ് റണ്ണിങ് ടൈം. ഒരു അൽഗോരിതത്തിന്റെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് തീറ്റ നൊട്ടേഷൻ. ഇതാണ് കോമൺ asymptotic notations. കോൺസ്റ്റന്റ് പറഞ്ഞാൽ ബിഗ് O ഓഫ് 1, ലോഗറിതമിക് ബിഗ് O ഓഫ് log n, ലീനിയർ പറഞ്ഞാൽ ബിഗ് O ഓഫ് n, n log n പറഞ്ഞാൽ ബിഗ് O ഓഫ് n log n, ക്വാഡ്രാറ്റിക് ബിഗ് O ഓഫ് n സ്ക്വയർ, ക്യൂബിക് ബിഗ് O ഓഫ് n ക്യൂബ്, പോളിനോമിയൽ ബിഗ് O n raised to big O of 1, exponentially 2 raised to big O of n. Thank you students, we will continue in the next class.